സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ എമ്പുരാൻ തരംഗമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാണ് എമ്പുരാൻ. മലയാളികളെ ഇത്രയധികം മുൾമുനയിൽ നിർത്തിയ ഒരു സിനിമ അടുത്ത കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല. അത്രയധികം എമ്പുരാൻ പ്രേക്ഷകരെ ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ട്. ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ടാണ് ചിത്രം അഡ്വാൻസ് ബുക്കിംഗിൽ ചരിത്രം കുറിക്കുന്നത്. ഓപ്പണായി ആദ്യ മണിക്കൂറിൽ സിനിമ വിറ്റത് 96.14K ടിക്കറ്റുകളാണ്. ഒരു ഇന്ത്യൻ സിനിമ പ്രീസെയിൽ ആദ്യ മണിക്കൂറിൽ നേടുന്ന ഏറ്റവും ഉയർന്ന ബുക്കിംഗ് ആണിത്. വമ്പൻ പാൻ ഇന്ത്യൻ സിനിമകളായ പുഷ്പ 2, ജവാൻ, ലിയോ, സലാർ തുടങ്ങിയവയെ മറികടന്നാണ് എമ്പുരാൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. ഓരോ ദിവസവും സിനിമയുടേതായി വരുന്ന അപ്ഡേറ്റുകൾ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഹിറ്റാണ്. ഇപ്പോഴിതാ സിനിമയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സിനിമയുടെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ്. ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 100 കോടി ബജറ്റുണ്ടായിട്ട് 80 കോടിയും പ്രതിഫലത്തിന് പോയിട്ട് ബാക്കി 20 കോടിക്ക് സിനിമ നിർമ്മിക്കുന്നത് പോലെയല്ല തങ്ങൾ എമ്പുരാനിൽ ചെയ്തിട്ടുള്ളതെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. സിനിമയിൽ മോഹൻലാലും പൃഥ്വിരാജും പ്രതിഫലമായി 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും താരങ്ങൾ കൂട്ടിച്ചേർത്തു. ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ആരംഭിച്ച സമയത്ത് ഹോളിവുഡിൽ നിന്നും ബ്രിട്ടീഷ്, ചൈനീസ് ഫിലിം ഇൻഡസ്ട്രികളിൽ നിന്നുമൊക്കെ വലിയ പേരുകൾ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അവരിൽ പലരുമായും വീഡിയോ കോളിലൂടെ സംസാരിക്കാൻ അവസരവും ലഭിച്ചിരുന്നു. എന്നാൽ പലരും താൽപര്യപൂർവ്വമാണ് തങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ചത്. എന്നാൽ ഇടനിലക്കാരായ ഏജന്റുമാർ പറയുന്ന പ്രതിഫലം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി പരമാവധി എത്ര വരെ മുടക്കാമെന്ന് എനിക്ക് കൃത്യമായി ധാരണയുണ്ടായിരുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട്. സിനിമയിൽ മോഹൻലാലും പൃഥ്വിരാജും പ്രതിഫലമായി 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും അഭിമുഖത്തിൽ ഇരു താരങ്ങളും പറഞ്ഞു. ചിത്രത്തിലെ സാങ്കേതിക പ്രവർത്തകരും അഭിനയിച്ച വിദേശ താരങ്ങൾ ഉൾപ്പെടെയും തങ്ങളുടെ വിഷനും പരിശ്രമവും മനസ്സിലാക്കി പ്രതിഫലം നോക്കാതെ ഒപ്പം നിൽക്കുകയായിരുന്നുവെന്നും പൃഥ്വിരാജും മോഹൻലാലും പറയുന്നുണ്ട്. പണം കൂടുതലും തങ്ങൾ മുടക്കിയിരിക്കുന്നത് സിനിമയുടെ മേക്കിങ്ങിലാണെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. എന്തായാലും ആരാധകർ കട്ട ആവേശത്തിലാണ് എമ്പുരാനു വേണ്ടി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.